പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 22-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത്. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ആമേൻ ഈ സമയം ഉപയോഗിക്കുക. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഈ ദിവസത്തെ കർത്താവായിട്ട് ഒരുക്കി തന്നിരിക്കുക. കർത്താവ് നമുക്ക് തന്നിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസം കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ബലപ്പെടുക, കർത്താവിൽ മുന്നേറുക. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തി, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും കർത്താവ് കൂടെയിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരാമായിരുന്നു, അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം വിടുവിച്ചു. അത്ഭുതകരമായി നടത്തിയത് ഓർത്തിട്ട് ആ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ. ആമേൻ. നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് ആമേൻ. ആവശ്യങ്ങളെല്ലാം കൂടെ ഇരുന്ന് നമ്മളെ ആമേൻ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ആമേൻ. നിങ്ങളുടെ വിലാപങ്ങൾ മാറി നിങ്ങളുടെ ഭവനത്തിനകത്ത് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആമേൻ ആമേൻ ആനന്ദത്തിന് ഒരു ഭവനമാക്കി നിങ്ങളുടെ ഭവനത്തെ മാറട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ മതിയാണ്. വെള്ളം വീഞ്ഞാക്കിയതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ. സീ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും കർത്താവിന് പ്രയാസമായിട്ടില്ല. ഒരു നിമിഷം മതി ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന പകൽക്കാലമായി തീരട്ടെ. നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ടുകൾ നോർമലായി തീരുന്ന പകൽക്കാലമായി തീരട്ടെ. നിങ്ങളുടെ അസ്ഥികൾ നിവരുന്ന പകൽക്കാലമായി തീരട്ടെ. അസാധാരണമായ ആത്മീക അനുഭവങ്ങൾ കൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ആത്മപകർച്ചയുടെ ഒരു പകൽക്കാലമായി തീരട്ടെ. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ നിറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ആത്മപകർച്ചകൾ സംഭവിക്കട്ടെ. മഹാ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവൻ അസാധാരണ ആത്മീകമായ അനുഭവങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വിളിച്ചപേക്ഷിക്കുക ഉത്തരമരുളൂ എന്ന് പറഞ്ഞ കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. അങ്ങ് അത്ഭുതങ്ങളെ ഈ പകൽക്കാലം ഇവർക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ അസാധാരണ പ്രവൃത്തി ഇവർക്ക് വേണ്ടി വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി നിന്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി തീരട്ടെ. അസാധാരണ സൗഖ്യങ്ങൾ നടക്കട്ടെ. ബ്ലഡിനകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവമഹത്വം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്നതിന് സ്തോത്രം. എല്ലാ ഓപ്പറേഷനുകളെയും ഞങ്ങൾ ഇന്ന് പകൽക്കാലം ക്യാൻസൽ ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ അവയവങ്ങൾ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതുബലം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയാൽ വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വേണ്ടത് നമ്മുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പ്രത്യേക മീറ്റിംഗ്. നിങ്ങൾ നിശ്ചയമായിട്ട് പങ്കെടുക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇൻഫോം ചെയ്യണം. അവരെ എല്ലാവരെയും നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. പ്രാർത്ഥിക്കണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ അടുത്തറിയുക, ദൈവത്തിൻ്റെ ആത്മാവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുക. അതിന് നമുക്ക് ആദ്യമേ വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു നല്ല ബോധ്യമാണ്.
പലരും പല രീതിയിലാണ് ദൈവാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒരു ശക്തിയായിട്ട് കാണുന്നു, ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് കാണുന്നു. അങ്ങനെയൊക്കെയാണ് പല രീതിയിലാണ് പലരും ദൈവത്തിൻ്റെ ആത്മാവിനെ കാണുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യം തരിക, ഒരു വ്യക്തിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവാത്മാവുമായിട്ട് ആഴമേറിയ ബന്ധത്തിലേക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നമുക്ക് ഒരു പക്ഷിയോട് നമുക്ക് ഷെയർ ചെയ്യുന്നതിനും പക്ഷിയോട് ഇടപെടുന്നതിനും ഒക്കെ ഒരു ലിമിറ്റുണ്ട്. എന്നാൽ ഒരു വ്യക്തിയോട് ഇടപെടുന്നതിനും ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിനും ലിമിറ്റില്ല. നമുക്ക് ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് ആ വ്യക്തിയോടുള്ള ആ ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ഒരു വ്യക്തിയായി മനസ്സിലാക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, അനദർ കംഫോർട്ടറിനെ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവായ പിതാവ് നമുക്ക് തന്നത്, അല്ലെങ്കിൽ യേശു നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുവാൻ, നമ്മുടെ കൂടെ നടക്കുവാൻ, നമ്മുടെ കൂടെ വസിക്കുവാൻ, നമ്മളോടുകൂടെ എപ്പോഴും സഹകരിക്കുവാൻ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വ്യക്തിയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. വ്യക്തിയായി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശത്തിൽ കർത്താവ് അനുവദിച്ചാൽ നാളെ ഇത് തുടരും. ഈ സന്ദേശത്തിൽ നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തായിട്ട് കാണണം? വ്യക്തിയായി കാണണം. അതാണ് പറയുന്നത്. ലോകം അവൻ എന്ന് പറയുന്ന പദം കണ്ടോ? അപ്പോൾ എന്തുവാ? വ്യക്തിയാണ്. വ്യക്തിയായിട്ട് കാണണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരു പിതാവിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ യേശുവിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് തന്നെ കാണണം. നിങ്ങളുടെ കൂടെ നടക്കുന്ന മറ്റേതൊരു വ്യക്തിയെക്കാളും, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാം, അവരെക്കാളൊക്കെ അധികമായി നിങ്ങളോട് കൂടുതൽ സഹകരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളെ കൂടുതൽ സഹായിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്, നിങ്ങളെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്, നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്. അതുകൊണ്ട് എപ്പോഴും ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവാത്മാവിനോട് ഇടപെടുകയും ദൈവാത്മാവിനോടുകൂടെ സഹകരിക്കുകയും ദൈവാത്മാവിനോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്താൽ അസാധാരണമായ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ കഴിയും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിനെന്നാ വേണ്ടത്? ഒരു വ്യക്തിയായി കാണുക. ഹി ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൈപിടിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചനകളെ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും. അപ്പോൾ ആ ആത്മാവിനെ വ്യക്തിയായി കണ്ടുകൊണ്ട് ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനോടൊപ്പം സഞ്ചരിക്കുക. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. എപ്പോഴും സംസാരിക്കുക. എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വരിക. ഇഗ്നോർ ചെയ്യാതെ സൂക്ഷിക്കുക. നാളെ ബാക്കി നമുക്ക് ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.